പെരുമ്പാവൂരിൽ രാത്രി മാത്രമല്ല പട്ടാപ്പകൽ മോഷണം പെരുകുകയാണ്. ഇവിടെ മോഷ്ടാക്കളെ കയ്യോടെ പൂട്ടാൻ പോലീസും നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂർ, അതാണ് പേര്. മോഷ്ടാക്കളെ ഓരോ മുക്കിലും മൂലയിലും പോലീസ് അന്വേഷിച്ചെത്തും. വെറുതെയായില്ല ആ അന്വേഷണം. വീടിന്റെ വാതിലുകൾ തകർത്ത് പട്ടാപ്പകൽ മോഷണത്തിന് ശ്രമിച്ച കേസിലെ പ്രതിയെ പരിശോധനയിൽ പോലീസ് കണ്ടെത്തി. ഒപ്പം പെരുമ്പാവൂർ പള്ളിയിൽ മോഷണത്തിന് ശ്രമിച്ച മോഷ്ടാക്കളും അകത്തായി. രണ്ടിടങ്ങളിലായി മോഷണം നടത്തിയ പ്രതികളെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അസം നൌഗാവ് സ്വദേശികളായ അഫ്സലുർ റഹ്മാൻ, ആഷിഖ് ഇസ്ലാം എന്നിവരാണ് അറസ്റ്റിലായത്. ആദ്യ മോഷണം ഇക്കഴിഞ്ഞ 16-ാം തീയതി പെരുമ്പാവൂർ ബദേൽ സുലൈഖോ പള്ളിയിലായിരുന്നു. മോഷണ ശ്രമത്തിനിടയിൽ പള്ളിയിൽ അലാം മുഴങ്ങിയതിനാൽ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇത് 4-ാം തവണയാണ് പള്ളിയിൽ മോഷണം നടക്കുന്നത്. മുൻപും അസം സ്വദേശികൾ തന്നെയായിരുന്നു മോഷണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല. 2 ദിവസത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 18-ന് അഫ്സലുർ റഹ്മാൻ കടുവാൾ തങ്കമാളികയ്ക്ക് സമീപമുള്ള വീട്ടിൽ മോഷണം നടത്തി. വീടിന്റെ വാതിലുകൾ തകർത്ത് പട്ടാപ്പകലായിരുന്നു മോഷണശ്രമം. മോഷണശ്രമത്തിനിടയിൽ വീട്ടമ്മയെ കണ്ട് ഇയാളോട് രക്ഷപ്പെട്ടു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും പിടികൂടിയത്. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മോഷണങ്ങൾ തടയുന്നതിനായി ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായായിരുന്നു അന്വേഷണം. ഇവർ മറ്റിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. പെരുമ്പാവൂരിലും പരിസരത്തും അടിക്കടി മോഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്.